Okay, good evening. Welcome to another OT speaking live session conducted by Teachers Academy, Tiruvalla. Welcome all to this live session. This is Adira Mohan here to discuss another OT speaking live session. Okay, let's wait a couple of minutes that students can join. Okay, let's look at this task. Okay, here setting is community health center. Nurse scenario is you see a 66-year-old patient who presents with xerostomia in bracket dry mouth, especially on waking. You give patient advice on managing the condition. Good evening, Chanchal. ഓക്കെ, ഇതാണ് നമ്മളുടെ സിനാരിയോ. അപ്പം ഈ ഒരു സിനാരിയോയിൽ നിന്ന് നമുക്ക് എത്ര കാര്യങ്ങൾ മനസ്സിലാക്കാം? രണ്ട് കാര്യം മനസ്സിലാക്കാം അല്ലേ? അതായത് വെദർ ഇറ്റ് ഈസ് നോൺ ഓർ അൺനോൺ കേസ് ആൻഡ് ദി കറൻറ്റ് കണ്ടീഷൻ ഓഫ് ദി പേഷ്യൻറ്റ് അലോങ് വിത്ത് ദാറ്റ് നേഴ്സ്. ഇവിടെ ആരാണ്? വെറും നേഴ്സാണ്, ഹെഡ് നേഴ്സും അല്ല, നേഴ്സ് പ്രാക്ടീഷണറും അല്ല. അതും കൂടി നമ്മൾ ഓർക്കണം. ഹെഡ് നേഴ്സ് ആണെങ്കിലും നേഴ്സ് പ്രാക്ടീഷണറും ആണെങ്കിലും ഒരിക്കലും ഐ എം വൺ എമംഗ് ദി പറയാൻ പറ്റില്ല, അതറിയാമല്ലോ. അപ്പോൾ നമുക്കിത് മനസ്സിലായി. ഇതെന്താണ്? 66-year-old പേഷ്യൻ്റ് ആണ് ഹു പ്രസൻസ് വിത്ത് സിറസ്റ്റോമിയ. സിറസ്റ്റോമിയ മീൻസ് എന്താണ്? ഒരു മെഡിക്കൽ ടേം ആണ്. അതിൻ്റെ ലേമൻ കോൺസെപ്റ്റ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഡ്രൈ മൗത്ത്, എസ്പെഷ്യലി ഓൺ വേക്കിംഗ്. യു ഗിവ് പേഷ്യൻറ്റ് അഡ്വൈസ് ഓൺ മാനേജിങ് ദി കണ്ടീഷൻ. സോ ദി നേഴ്സ് ഹിയർ ഈസ് ടു ഗിവ് സം അഡ്വൈസ് റിഗാർഡിങ് ദി മാനേജ്മെൻറ്റ് ഓഫ് ദിസ് കണ്ടീഷൻ. അതാണ് ഇവിടുത്തെ മെയിൻ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ടാസ്കിലോട്ട് നോക്കാം. ഫൈൻഡ് ഔട്ട് ദി റീസൺ ഫോർ പേഷ്യൻറ്റ് വിസിറ്റ് അല്ലേ. നമ്മളിപ്പോൾ റീഡിങ് ടൈമിൽ തന്നെ നമുക്ക് 3 minute പ്രിപ്പറേഷൻ ടൈം ആണെങ്കിൽ കൂടിയിട്ട് ഒരു ലെങ്തി കാർഡൊക്കെ ആകുമ്പം ഒരു 1 minute തന്നെ നമ്മൾ ഓവറോൾ ഒരു സ്കിം ആൻഡ് സ്കാൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് നമ്മൾ ഓരോന്നും ക്ലിയർ ആയിട്ട് വായിക്കാൻ ശ്രമിച്ചാൽ കുറച്ചും കൂടി ഒരു ഔട്ട്ലൈൻ നമുക്ക് കിട്ടാൻ സാധിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണ് ഫൈൻഡ് ഔട്ട് മീൻസ് എന്താണ്? ഇൻഫർമേഷൻ ഗ്യാതറിങ് ആണ്. നമ്മളത് കീവേഡായിട്ട് അണ്ടർലൈൻ ചെയ്യണം. പിന്നെ എന്താണ് നെക്സ്റ്റ്? ഫൈൻഡ് ഔട്ട് റീസൺ ഫോർ പേഷ്യൻറ്റ് വിസിറ്റ് ഉണ്ട്. ഫൈൻഡ് ഔട്ട് റെലവൻറ്റ് പേഷ്യൻറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കളക്ട് ചെയ്യണം. പിന്നെ പോസിബിൾ കോസസ് ഉണ്ട്, അത് നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുകയാണ്. നമ്മൾ എന്താണ്? ഇൻഫർമേഷൻ പ്രൊവൈഡിങ് ആണ്. അവർ മേ ബി പേഷ്യൻ്റ് സൈഡിൽ നിന്ന് ചോദിച്ചേക്കാം. പിന്നെ മേക്ക് റിക്കമെൻഡേഷൻ ടു റിലീഫ് സിറസ്റ്റോമിയ. അപ്പോൾ കുറച്ച് ഒരു അഡ്വൈസ് മെഷേഴ്സ് ഉണ്ട് അല്ലേ. പിന്നെ നെക്സ്റ്റ് സ്ട്രെസ് നീഡ് ഫോർ ഡോക്ടർ അപ്പോയിൻമെൻറ്റ്, അതായത് ഡോക്ടർ അപ്പോയിൻമെൻറ്റ് സ്ട്രെസ് ചെയ്ത് നമ്മൾ പറയുക. പിന്നെ അതിൽ തന്നെ കുറച്ച് സബ് പോയിൻറ്റ്സ് ഉണ്ട്. എംഫസൈസ് ഇമ്പോർട്ടൻസ് ഓഫ് റെഗുലർ ഡെൻ്റൽ ചെക്കപ്പ്. റെഗുലർ ഡെൻ്റൽ ചെക്കപ്പിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് പറയണം. പിന്നെ ഫൈനലി എസ്റ്റാബ്ലിഷ് പേഷ്യൻറ്റ് കൺസെൻറ്റ് ഫോർ എക്സാമിനേഷൻ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദി റോൾ പ്ലേ. അപ്പോൾ നമ്മൾ റീഡിങ് ടൈമിൽ ഓരോ ടാസ്കും വി ഷുഡ് അണ്ടർലൈൻ. ഓക്കെ, ഓൾ റൈറ്റ്, നമുക്കിപ്പോൾ ഫസ്റ്റ് ടാസ്കിലോട്ട് നോക്കാം. ഫൈൻഡ് ഔട്ട് റീസൺ ഫോർ പേഷ്യൻറ്റ് വിസിറ്റ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? സിൻസ് ഇറ്റ് ഈസ് എൻ അൺനോൺ കേസ് അല്ലേ. അൺനോൺ കേസ് ആകുമ്പോൾ നമുക്ക് ഒരിക്കലും എന്താണ്? വി ഡോണ്ട് നീഡ് ടു ആസ്ക് ദ നെയിം ഓഫ് ദി പേഷ്യൻറ്റ് ഡ്യൂറിങ് പ്രിപ്പറേഷൻ ടൈം. നമ്മൾ റോൾ പ്ലേ തുടങ്ങിയതിന് ശേഷം മാത്രമേ നമ്മളിത് പേഷ്യൻറ്റിൻ്റെ പേര് ആൻഡ് ഏജ് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യാൻ നമ്മൾ ചോദിക്കത്തുള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെ ഈ റോൾ പ്ലേ ചെയ്യാം? അതായത് ഗുഡ് ആഫ്റ്റർനൂൺ, I am one of the registered nurses working in this community health center. My name is so and so. പിന്നെ നമ്മൾ എന്താ പറയേണ്ടത്? ഹൗ മേ ഐ ഹെൽപ്പ് യു ടുഡേ, അല്ലെങ്കിൽ വാട്ട് ബ്രിങ്സ് യു ഹിയർ ടുഡേ ചോദിക്കാം. മേ ഐ നോ ദ റീസൺ ബിഹൈൻഡ് യുവർ വിസിറ്റ് ചോദിക്കാം. അല്ലെങ്കിൽ ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു ടുഡേ, ഇതൊക്കെ നമുക്കൊരു ചോദിക്കാം അല്ലേ. വെൽ, നെക്സ്റ്റ് നമ്മൾ ചോദിക്കുക ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ പേഷ്യൻറ്റ് വിസിറ്റ്. അപ്പോൾ അവർ ഓൾറെഡി പറഞ്ഞു എന്താണ്? ഐ ഹാവ് ബീൻ എക്സ്പീരിയൻസിങ് സിവിയർ ഡ്രൈ മൗത്ത് എസ്പെഷ്യലി ഓൺ വേക്കിംഗ് എന്ന് പേഷ്യൻറ്റ് സൈഡിൽ നിന്ന് അവർ പറയുന്നുണ്ട്.
പറയുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യാം. ഓ ഐ എം സോ സോറി ടു ഹിയർ ദാറ്റ്, ബട്ട് ട്രൈ നോട്ട് ടു വറി, യു ആർ ഇൻ എ സേഫ് ഹാൻഡ്സ് ആൻഡ് വി ഓൾ ആർ ഹിയർ ടു പ്രൊവൈഡ് adequate measures and the management. എന്നിട്ട് നമ്മൾ ചോദിക്കണം, ഫോർ മൈ ഡോക്യുമെൻറ്റേഷൻ കുഡ് യു പ്ലീസ് സ്റ്റേറ്റ് യുവർ നെയിം ആൻഡ് ഏജ്. ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ചോദിക്കണം. ഫൈൻഡ് ഔട്ട് ചോദിച്ചു, റീസൺ ഫോർ പേഷ്യൻ്റ് വിസിറ്റ്, അത് നമ്മൾ കണ്ടെത്തി എന്നിട്ട് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്തിരിക്കണം. എന്നിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ടാസ്കിലോട്ട് നമ്മൾ പോകേണ്ടത്. അപ്പോൾ അവർ നെയിം ആൻഡ് ഏജ് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ നെക്സ്റ്റ് ടാസ്ക് നമ്മൾ നോക്കണം. എന്താണ്? ഫൈൻഡ് ഔട്ട് റിലവൻറ്റ് പേഷ്യൻ്റ് ഡീറ്റെയിൽസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഡോക്യുമെൻറ്റ് ചെയ്തതിന് ശേഷം ഡു യു ഹാവ് എനി അതർ കൺസേൺസ് ചോദിക്കില്ല. ചോദിച്ചാൽ തന്നെ ആ ഒരു റോൾ പ്ലേ മേ ബി ഡിസ്ഓറിയൻറ്റഡ്. അപ്പോൾ നമ്മളെങ്ങനെ ചോദിക്കാം? ടു ഗെറ്റ് എ ക്ലിയർ പിക്ചർ റിഗാർഡിങ് യുവർ കറണ്ട് കണ്ടീഷൻ മേ ഐ ആസ്ക് എ ഫ്യൂ ക്വസ്റ്റ്യൻസ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ എന്ന് നമ്മൾ അനുവാദം ചോദിക്കണം, കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. കണ്ടീഷൻ ഓഫ് ദി ടങ് ഓർ ലിപ്സ്, ബാഡ് ബ്രെത്ത്, എനി ട്രബിൾ swallowing or chewing ആൻഡ് സോഷ്യൽ ഹാബിറ്റ്സ്. അപ്പോൾ ഇത്രയും കുറേ സെറ്റ് ഓഫ് ഏരിയയിൽ നിന്നാണ് നമ്മൾ ചോദ്യം ചോദിക്കേണ്ടത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കുറച്ചൊരു ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ എന്താണ് അവിടെ ഒരു ഗ്രമാറ്റിക്കൽ എറർ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. കറക്റ്റ് വേയിൽ തന്നെ ഗ്രമാറ്റിക്കൽ അക്യുറസിയിലൂടെ തന്നെ നമ്മൾ ചോദിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെ കൊണ്ടുപോകാം? ടു ഗെറ്റ് എ ക്ലിയർ പിക്ചർ റിഗാർഡിങ് യുവർ കറണ്ട് കണ്ടീഷൻ മേ ഐ ആസ്ക് എ ഫ്യൂ ക്വസ്റ്റ്യൻസ്. എന്നിട്ട് അപ്പോൾ അവർ ഓൾറെഡി പെർമിഷൻ തരും. എന്നിട്ട് നമ്മൾ ചോദിക്കാം എന്താണ്? കുഡ് യു ഡിസ്ക്രൈബ് ദി കണ്ടീഷൻ ഓഫ് ദി ടങ് ഓർ ലിപ്സ്. അപ്പോൾ അവർ ഓൾറെഡി എന്തെങ്കിലും പറയുന്നുണ്ട് ടങ്ങിൻ്റെ ലിപ്സിൻ്റെ കാര്യം. അപ്പോൾ നമ്മൾ പറയാം ഓക്കെ നോട്ടഡ്. ദെൻ ആർ യു എക്സ്പീരിയൻസിങ് എനി ഇഷ്യൂസ് വിത്ത് ബാഡ് ബ്രെത്ത്. അതെങ്ങനെ ചോദിക്കാം? അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ ചോദിക്കാം, ഡു യു ഹാവ് എനി പ്രോബ്ലം വിത്ത് ബാഡ് ബ്രെത്ത് ചോദിക്കാം. അല്ലെങ്കിൽ ആർ യു എക്സ്പീരിയൻസിങ് എനി ഇഷ്യൂസ് വിത്ത് ബാഡ് ബ്രെത്ത്. അത് അവർ എന്തെങ്കിലും പറയുന്നുണ്ടാവും. അപ്പം നമ്മൾ പറയാം ഓക്കെ. ആൻഡ് ഡു യു ഹാവ് എനി ട്രബിൾ വിത്ത് swallowing or chewing. അപ്പം അതും എന്തെങ്കിലും പറഞ്ഞേക്കാം. അപ്പം നമ്മൾ പറഞ്ഞ ഓക്കെ ഐ നോട്ടഡ്. ആൻഡ് ഡു യു ഹാവ് എനി സോഷ്യൽ ഹാബിറ്റ്സ് ലൈക്ക് ഡ്രിങ്കിങ് ഓർ സ്മോക്കിംഗ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, അവരുടെ പേഷ്യൻ്റ് സൈഡിൽ നിന്ന് പറയുന്നുണ്ട് ഒരു 10 cigarettes പെർ ഡേ സ്മോക്ക് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾക്ക് വേണമെങ്കിൽ അതിനൊരു എക്സ്പ്രഷൻ കൊടുക്കാം, ഓ ദാറ്റ്സ് എ ഹ്യൂജ് നമ്പർ, യു ഹാവ് ഹാഡ് ദിസ് ഹാബിറ്റ് പെർ ഡേ. ഒരു 10 നമ്പർ ഓഫ് സിഗരറ്റ്സോളം സ്മോക്ക് ചെയ്യുന്നുണ്ട്. അത് വേണമെങ്കിൽ അങ്ങനെ പറയാം. എന്നിട്ട് നമ്മൾ പറയണം, വെൽ താങ്ക് യു ഫോർ പ്രൊവൈഡിങ് മീ എ വാല്യുബിൾ ഇൻഫർമേഷൻ. ഓക്കെ, ഇത് മനസ്സിലായോ? അപ്പം നമ്മൾ കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അത് കറക്റ്റ് ഗ്രമാറ്റിക്കലി അക്യുറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ ചോദിക്കണം. കണ്ടീഷൻ ഓഫ് ദി ടങ് എങ്ങനെ ചോദിക്കാം? കുഡ് യു ഡിസ്ക്രൈബ് ദി കണ്ടീഷൻ ഓഫ് ദി ടങ് ആൻഡ് ലിപ്സ്, ആൻഡ് ആർ യു എക്സ്പീരിയൻസിങ് എനി ഇഷ്യൂസ് വിത്ത് എ ബാഡ് ബ്രെത്ത്, ആൻഡ് ഡു യു ഹാവ് എനി ട്രബിൾ വിത്ത് swallowing or chewing, ആൻഡ് ഫൈനലി എന്താണ്? ഡു യു ഹാവ് എനി സോഷ്യൽ ഹാബിറ്റ്സ് ലൈക്ക് ഡ്രിങ്കിങ് ഓർ സ്മോക്കിംഗ് സിഗരറ്റ്സ്. സോ വെൻ കംസ് ടു സോഷ്യൽ ഹാബിറ്റ്സ് വി ഷുഡ് സ്പെസിഫൈ വാട്ട് ഈസ് സോഷ്യൽ ഹാബിറ്റ്സ് ഇൻ OET സ്പീക്കിംഗ് അല്ലേ. വെദർ എന്താണ് സ്മോക്കിംഗ് ആണോ ഡ്രിങ്കിങ് ആണോ എന്ന് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അത് എന്തുമാകാം, റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് ആകാം, സ്പോർട്സ് ആകാം, അങ്ങനെ വൈഡ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ് മേ കം അണ്ടർ സോഷ്യൽ ഹാബിറ്റ്സ്. സോ വി ഷുഡ് സ്പെസിഫൈ വാട്ട് ഈസ് സോഷ്യൽ ഹാബിറ്റ്സ് ലൈക്ക് ഡ്രിങ്കിങ് ഓർ smoking cigarettes. Okay, മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചോദിച്ചിട്ട് നമ്മൾ പറയാം താങ്ക് യു ഫോർ പ്രൊവൈഡിങ് മീ എ വാല്യുബിൾ ഇൻഫർമേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. എന്നിട്ട് ചോദിക്കാം ഡു യു ഹാവ് എനി കൺസേൺ ടു അഡ്രസ് വിത്ത് മീ. അപ്പോൾ പേഷ്യൻ്റ് സൈഡിൽ നിന്ന് ചോദിക്കുന്നുണ്ട് കോസസ് ഓഫ് ദിസ് കണ്ടീഷൻ എന്തൊക്കെയാണെന്ന്. അപ്പോൾ നമുക്കത് എങ്ങനെ അഡ്രസ്സ് ചെയ്യാം? ഐ അക്നോളേജ് വാട്ട് യു ഹാവ് സെഡ് ആൻഡ് ദർ ആർ സം കോസസ് ബിഹൈൻഡ് ദിസ് കണ്ടീഷൻ. എന്നിട്ട് നമ്മൾ പറയണം എന്താണ്? ഇറ്റ് മേ ബി ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് സലൈവ പ്രൊഡക്ഷൻ, ഏജ്, ബ്രീത്തിങ് ത്രൂ മൗത്ത് അറ്റ് നൈറ്റ്, dehydration or some medication. All these factors may contribute to develop this condition, but try not to worry, it can be managed well by adopting proper measures and other management. And may I know, are you on any medication? അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൽ തന്നെ നമുക്ക് വേറെ ഫൈൻഡ് ഔട്ട് ഉണ്ട് അല്ലേ. ഫൈൻഡ് ഔട്ട് അബൌട്ട് എനി കറണ്ട് മെഡിക്കേഷൻ. അത് നമ്മളിങ്ങനെ തന്നെ ചോദിച്ചിരിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്താണ് ആർ യു ഓൺ എനി മെഡിക്കേഷൻ എന്നത്. ഓക്കെ,
അപ്പോൾ നമ്മൾ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഈ ഒരു സിറസ്റ്റോമി എന്ന് പറയുന്നുണ്ട്, അത് ഒറ്റ തവണ പറയുന്നതാവും നല്ലത്. പിന്നെ ഓൾ അറൗണ്ട് നമ്മൾ താഴോട്ട് ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും അവിടെയെല്ലാം സിറസ്റ്റോമി എന്ന് മെൻഷൻ ചെയ്യാതെ ഡ്രൈ മൗത്ത് എന്ന് തന്നെ പറയണം. കാരണം എന്താണ്, പീപ്പിൾ മേ നോട്ട് അവെയർ ഓഫ് ദിസ് മെഡിക്കൽ ടേം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കോസസ് പറഞ്ഞു. മെഡിക്കേഷനൊന്നും ഇല്ല എന്നാണ് പേഷ്യൻ്റ് സൈഡിൽ നിന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറയണം ഓക്കെ, ആൻഡ് ഈസ് ദർ എനിത്തിങ് എൽസ് ഐ നീഡ് ടു ക്ലാരിഫൈ വിത്ത് യു. അപ്പോൾ അവർ പറയുന്നുണ്ട് ഹൗ കെൻ ഐ മാനേജ് ദിസ് കണ്ടീഷൻ നഴ്സ് എന്നവർ പേഷ്യൻ്റ് സൈഡിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയാം ഐ അക്നോളേജ് വാട്ട് ഐ ഹാവ് സെറ്റ്, അല്ലെങ്കിൽ എങ്ങനെ പറയാം, അപ്രീഷിയേറ്റ് യുവർ കൺസേൺ പറയാം, അല്ലെങ്കിൽ ഐ ക്യാൻ പുട്ട് മൈസെൽഫ് ഇൻ യുവർ ഷൂസ്, ഐ ക്യാൻ സെൻസ് യുവർ ഇമോഷൻ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ emotions, I can understand your concern. ഇങ്ങനെ വൈഡ് വെറൈറ്റി ഓഫ് അഡ്രസ്സിങ് ഫ്രേസസ് വി ക്യാൻ യൂസ്ഡ്. എന്നിട്ട് നമ്മൾ പറയണം എന്താണ്, നമ്മളപ്പോൾ ഓർക്കണം മേക്ക് റെക്കമെൻഡേഷൻ ടു റിലീവ് സിറസ്റ്റോമിയ. അതെന്താണ്, ഇൻഫോർമേഷൻ പ്രൊവൈഡിങ് ആണ്, ഒരിക്കലും ഇൻഫോർമേഷൻ ഗ്യാതറിങ് അല്ല. അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതൊരു കുറച്ച് സെറ്റ് ഓഫ് അഡ്വൈസ് ആണ് അല്ലേ. ആ ഒരു അഡ്വൈസ് പറയുമ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റത്തില്ല, ജനറൽ ഇംഗ്ലീഷ് വേയിൽ നമുക്ക് പറയാനും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് പറയണം, വി ഷുഡ് യൂസ് OET ഓറിയൻറ്റഡ് അഡ്വൈസ് ഫ്രേസസ് പ്രയർ ടു ഓൾ ദീസ് പോയിൻറ്റ്സ്. നമ്മളെപ്പോഴും ആ ഒരു OET അക്സെപ്റ്റഡ് ഫ്രേസസ് നമ്മൾ യൂസ് ചെയ്തിരിക്കണം. അപ്പോൾ അത് ഏതൊക്കെയാണ്, ഇറ്റ് ഈസ് ഇംപറേറ്റീവ്, ഇറ്റ് ഈസ് ബെനഫിഷ്യൽ, ഇറ്റ് ഈസ് സിഗ്നിഫിക്കൻറ്റ്, ഇറ്റ് ഈസ് നെസസറി, പാരമൗണ്ട്, വൈറ്റൽ, ഇമ്പോർട്ടൻറ്റ്, അങ്ങനെ കുറച്ച് വൈഡ് വെറൈറ്റി ഓഫ് അഡ്വൈസ് ഗിവിങ് ഫ്രേസസ് നമ്മൾ യൂസ് ചെയ്തിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം സൈൻ പോസ്റ്റ്, ഫസ്റ്റ്ലി, സെക്കൻഡ്ലി, തേർഡ്ലി ആൻഡ് ഫൈനലി. സോ ദീസ് ഓൾ ആർ ദി മെയിൻ കീ points we can use prior to give advice in OET speaking role play. അപ്പോൾ നമുക്ക് പറയാം ഫസ്റ്റ്ലി ഇറ്റ് ഈസ്, അപ്പം ഓൾറെഡി റെക്കമെൻഡേഷൻ അവർ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നമ്മളത് അഡ്രസ്സ് ചെയ്ത് നമ്മൾ പറയണം ഐ അക്നോളേജ് വാട്ട് യു ഹാവ് സെഡ്. ഫസ്റ്റ്ലി ഇറ്റ് ഈസ് ഇംപറേറ്റീവ് ടു കീപ് മൗത്ത് മോയിസ്റ്റ്. സെക്കൻഡ്ലി യു ക്യാൻ യൂസ് ആൽക്കഹോൾ ഫ്രീ മൗത്ത് വാഷ്. Thirdly, it is significant to limit salt or sugar intake. And finally, it is beneficial to use humidifier in bedroom. So I can assure you that if you follow all these measures properly, your condition can be thoroughly managed. So there is no need to overwhelming about that. Okay. ഇത് ഇത്രയും മനസ്സിലായോ? അപ്പം നമുക്ക് ആർക്കാണെങ്കിലും ഇത് ജസ്റ്റ് വായിച്ച് പോകാൻ പറ്റും, പക്ഷേ വി ഷുഡ് യൂസ് ഓൾ ദോസ് കീ ഫ്രേസസ് പ്രയർ ടു ഗിവ് അഡ്വൈസ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. സ്ട്രെസ് നീഡ് ഫോർ ഡോക്ടർ അപ്പോയിൻമെൻറ്റ് ഓൺലി ഇഫ് സിംറ്റംസ് കണ്ടിന്യൂ ഗെറ്റ് വേഴ്സ്. ഇൻ ബ്രാക്കറ്റ് ഡോക്ടർ ടു ഡിസ്കസ് അതർ ഓപ്ഷൻസ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓർ മെഡിക്കേഷൻ. അതൊരു ടാസ്ക്കാണ്. എന്താണ്, ഡോക്ടറിൻ്റെ ആ ഒരു അപ്പോയിൻമെൻറ്റിനെയും എടുക്കണം എന്ന രീതിയിലാണ് നമ്മളത് ആ ഒരു സ്ട്രെസ് ചെയ്ത് നമ്മൾ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ ടാസ്ക് നമ്മൾ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്തത്, കുറച്ച് അഡ്വൈസ് കൊടുത്തു, എന്നിട്ട് നമ്മൾ എന്ത് കൊടുക്കണം, ഒരു ഫോളോ അപ്പ് കൊടുക്കണം അല്ലേ. എന്തൊരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്താലും ഒരു ഫോളോ അപ്പ് കൊടുക്കണം. ഇത്രയും അഡ്വൈസ് കൊടുത്തു കഴിഞ്ഞു, ആർ യു ഗെറ്റിംഗ് മൈ പോയിൻറ്റ്സ്, ആർ യു ഏബിൾ ടു ഫോളോ മൈ വേർഡ്സ്, have you understood my points, did you understand my points, is that clear to you, am I being clear to you, അല്ലെങ്കിൽ am I being transparent to you, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഒരു ഫോളോ അപ്പ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ചോദിക്കാം ഡു യു ഹാവ് എനി കൺസേൺ. അപ്പോൾ അവർ പറയുന്നുണ്ട് ഇല്ല, വേറെ കൺസേൺ ഒന്നും ചോദിക്കുന്നില്ല, പക്ഷെ നമുക്കിത് പറഞ്ഞു കൊടുക്കണം, എന്താണ് ഡോക്ടർ അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യം. അപ്പോൾ നമ്മൾ പറയണം വുഡ് യു മൈൻഡ് ഇഫ് ഐ എക്സ്പ്ലെയിൻ യു സം ഓഫ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സീക്കിംഗ് മെഡിക്കൽ അഡ്വൈസ്. ഇഫ് യസ്, ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾ ഒരു മെഡിക്കൽ അഡ്വൈസ് സീക്കേണ്ട ഒരു പ്രാധാന്യത്തെ പറ്റി. അപ്പോൾ അവർ പറയും യെസ്. എന്നിട്ട് നമ്മൾ പറയാം ഇഫ് യു സിംറ്റംസ് ഗെറ്റ് വേഴ്സൺഡ് ഇറ്റ് ഈസ് പാരമൗണ്ട് ടു സീക്ക് മെഡിക്കൽ advice for treatment and other medication, otherwise it may get complicated. So am I being transparent to you, are we on the same page, ഇതൊക്കെ നമുക്ക് ചോദിക്കാം. പിന്നെ നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു ഫോളോ അപ്പ് ചോദിക്കാം, ഇസ് ദാറ്റ് ക്ലിയർ ടു യു, അല്ലെങ്കിൽ ആർ യു ഏബിൾ ടു ഫോളോ മൈ വേർഡ്സ്. ഒരിക്കലും നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ആർ യു ഏബിൾ ടു ഫോളോ മീ എന്നാണ്. മീ എന്ന് പറയില്ല, ആർ യു ഏബിൾ ടു ഫോളോ മൈ വേർഡ്സ്. എൻ്റെ വാക്കുകളെയാണ് ഫോളോ ചെയ്യേണ്ടത്, ഒരിക്കലും നമ്മളെ അല്ല. ഓക്കെ, അപ്പോൾ നമ്മളത് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്തത്? വുഡ് യു മൈൻഡ് ഇഫ് ഐ എക്സ്പ്ലെയിൻ യു ദി ഇമ്പോർട്ടൻസ് ഓഫ് സീക്കിംഗ് മെഡിക്കൽ അഡ്വൈസ്. ഞാൻ പറഞ്ഞോട്ടെ, എന്നിട്ട് പറയണം ഇറ്റ് ഈസ് ഇംപറേറ്റീവ് ടു സീക്ക്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് പാരമൗണ്ട് ടു സീക്ക് മെഡിക്കൽ അഡ്വൈസ് ഇഫ് യു സിംറ്റംസ് ഗെറ്റ് വേഴ്സൺഡ്.
ഇപ്പം നമ്മൾ ചോദിച്ചു ഇസ് ദാറ്റ് ക്ലിയർ ടു യു അല്ലെങ്കിൽ ആർ യു ഏബിൾ ടു ഫോളോ മൈ വേർഡ്സ്. അപ്പോൾ അവർ ഓൾറെഡി ഓക്കെ എന്നായിരിക്കും പറയുന്നത്. എന്നിട്ട് നമ്മൾ ചോദിക്കാം ആൻഡ് ഇസ് ദർ എനിത്തിങ് എൽസ് ഐ നീഡ് ടു ക്ലാരിഫൈ. വേറെ സംശയമൊന്നും ഇനിയും പേഷ്യൻ്റെ സൈഡിൽ നിന്നില്ല, ബാക്കിയും നമുക്ക് തന്നെ പറയാനുണ്ട്. എന്താണ്? എംഫസൈസ് ഇമ്പോർട്ടൻസ് ഓഫ് റെഗുലർ ഡെൻ്റൽ ചെക്കപ്പ്. എക്സാമ്പിൾ ഡ്രൈ മൗത്ത് പോസിബിൾ കോസ് ഓഫ്, അതായത് പോസിബിൾ കോസസ് ഓഫ് ഡ്രൈ മൗത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ടൂത്ത് ഡിക്കേ, ഡെൻ്റൽ ഇഷ്യൂസ്, മൗത്ത് ഇൻഫെക്ഷൻ എക്സെട്ര. ആൻഡ് ഫൈനലി എസ്റ്റാബ്ലിഷ് പേഷ്യൻ്റ് കൺസേൺ ഫോർ എക്സാമിനേഷൻ. ഓക്കെ, അപ്പോൾ നമുക്കതെങ്ങനെ കൊണ്ടുപോകാം? അതായത് എന്താണ്? എംഫസൈസ് ഇമ്പോർട്ടൻസ് ഓഫ് റെഗുലർ ഡെൻ്റൽ ചെക്കപ്പ്. അപ്പം നമ്മൾ പറയണേ ലെറ്റ് മീ ഇൻഫോം യു റിഗാർഡിംഗ് ദി ഇമ്പോർട്ടൻസ് ഓഫ് റെഗുലർ ഡെൻ്റൽ ചെക്കപ്പ്. ഞാനത് പറയുകയാണ്. ലെറ്റ് മീ റിമൈൻഡ് യു പറയാം, ലെറ്റ് മീ ഇൻഫോം യു പറയാം. ഓക്കെ, ലെറ്റ് മീ റിമൈൻഡ് യു റിഗാർഡിംഗ് ദി ഇമ്പോർട്ടൻസ് ഓഫ് റെഗുലർ ഡെൻ്റൽ ചെക്കപ്പ് ബിക്കോസ് ദി പോസിബിൾ കോസ് ഓഫ് ദിസ് ഡ്രൈ മൗത്ത് മേ ബി ടൂത്ത് ഡീക്കേ, dental issues and mouth infection. So it is significant to seek അല്ലെങ്കിൽ it is significant to make regular dental checkup in order to monitor your condition. Okay, എന്ന് നമുക്ക് പറയാം. Am I being clear to you? അല്ലെങ്കിൽ are you able to follow my words? Is that clear to you? Are we on the same page? അല്ലെങ്കിൽ is that clear to you? Am I making sensible to you? ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അവർ യെസ് എന്ന് തന്നെ ആയിരിക്കും പറഞ്ഞത്. അവർ കാരണം റിലക്റ്റൻ്റ് ഒന്നും അല്ല, യെസ് എന്ന് തന്നെ ആയിരിക്കും, സപ്പോർട്ടായിട്ടാണ് പോകുന്നത്. എന്നിട്ട് നമ്മൾ ചോദിക്കാം ഓക്കെ മേ ഐ എക്സാമിൻ യു, ഞാൻ ഇനിയും എക്സാമിൻ ചെയ്തോട്ടെ. കാരണം നമ്മൾ ഇവിടെ ഡ്രൈ മൗത്തായിട്ട് വന്നു, പക്ഷെ നമ്മളത് എക്സാമിൻ ചെയ്തിട്ടില്ല, ലാസ്റ്റിലാണ് എക്സാമിൻ ചെയ്യുന്നത്. നമ്മൾ തുടക്കത്തിൽ മാത്രം എക്സാമിൻ ചെയ്യുന്ന കേസ് മാത്രമല്ല, ലാസ്റ്റിലും എന്താണ് എക്സാമിൻ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ചോദിക്കാം ദെൻ ആർ യു വില്ലിങ് ടു ഹാവ് ആൻ ആർ യു വില്ലിങ് ടു ടേക്ക് ആൻ എക്സാമിനേഷൻ, ഇപ്പം എക്സാമിനേഷൻ എടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ മേ ഐ എക്സാമിൻ യു ചോദിക്കാം, മേ ഐ അസസ് യു ചോദിക്കാം. ഓക്കെ, അപ്പോൾ അവർ യെസ് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ അലൈങ് മീ ടു അസസ്. എന്നിട്ട് നമ്മൾ പറയണം ആൻഡ് ഇഫ് യു ഹാവ് എനി അതർ ക്വയറി please contact me. I am here to help you and I hope I have cleared all your doubts so far. Thank you for listening me patiently and I will make necessary arrangement for performing this examination. Thank you. മനസ്സിലായോ? അപ്പം ഇങ്ങനെയാണ് ഈ ഒരു റോൾ പ്ലേ കൊണ്ടുപോകേണ്ടത്. അപ്പം നമ്മൾ ആ ഒരു പ്രിപ്പറേഷൻ ടൈമിൽ തന്നെ നമ്മൾ നോക്കണം എന്താണ് സെറ്റിംഗ്, എവിടെയാണ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററാണ്. നമ്മൾ നഴ്സ് സിനാരിയോ വായിക്കുമ്പോൾ നമുക്ക് 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? അതായത് വെദർ ഇറ്റ് ഇസ് നോൺ ഒരു അൺനോൺ കേസ് ആൻഡ് ദ കറൻറ്റ് കണ്ടീഷൻ ഓഫ് ദി പേഷ്യൻറ്റ്. പിന്നെ നഴ്സ് ഇവിടെ ആരാണ് നോക്കണം, നഴ്സ് പ്രാക്ടീഷണർ ആണോ, ഹെഡ് നേഴ്സ് ആണോ, അതോ വെറും നേഴ്സാണോ എന്നുള്ളത്. ഓക്കെ, നമ്മൾ എല്ലാത്തിനോട് കൂടെയും നമ്മൾ ഒരിക്കലും ഐ എം വൺ എമംഗ് ദ രജിസ്റ്റേർഡ് നഴ്സ് എന്ന് പറയാൻ പറ്റത്തില്ല. ഹെഡ് നേഴ്സും നഴ്സ് പ്രാക്ടീഷണറും ഐ എം എ ഹെഡ് നേഴ്സ് അല്ലെങ്കിൽ ഐ എം എ നഴ്സ് പ്രാക്ടീഷണർ. ഓക്കെ, പിന്നെ നമ്മൾ ഓരോ ടാസ്ക് വൈസ് നോക്കുമ്പോഴും എന്താണ് ഡ്യൂറിങ് ദി പ്രിപ്പറേഷൻ ടൈം വി ഹാവ് ടു അണ്ടർലൈൻ ഓൾ ദോസ് ബേസിക് കീവേഡ്സ് ലൈക്ക് ഫൈൻഡ് ഔട്ട് മീൻസ് ഇൻഫർമേഷൻ ഗ്യാതറിങ്, വീണ്ടും ഫൈൻഡ് ഔട്ട് തോന്നും. അപ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു ഐ നോ ദ റീസൺ ബിഹൈൻഡ് യുവർ വിസിറ്റ് എന്ന് ചോദിച്ചതിന് ശേഷം അവർ ഡ്രൈ മൗത്തായിട്ട് വന്നതാണ്, അപ്പം നമ്മൾ പറയാം ഐ ആം സോ സോറി ടു ഹിയർ ദാറ്റ്. എന്നിട്ട് കുറച്ചൊരു 1 സെൻറ്റൻസ് ഒരു റീഅഷ്വറൻസ് കൊടുക്കാം. ട്രൈ നോട്ട് ടു വറി, ഹിയർ വി ഹാവ് എക്സ്പീരിയൻസ്ഡ് പാനൽ ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ടു സപ്പോർട്ട് യു. ഫോർ മൈ ഡോക്യുമെൻറ്റേഷൻ കുഡ് യു പ്ലീസ് സ്റ്റേറ്റ് യുവർ നെയിം ആൻഡ് ഏജ്, അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് സ്റ്റേറ്റ് യുവർ നെയിം ആൻഡ് ഏജ് ഫോർ മൈ ഡോക്യുമെൻറ്റേഷൻ. അത് നമ്മൾ പറഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് നോട്ടഡ് എന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും എന്താണ് ഡു യു ഹാവ് എനി കൺസേൺ ചോദിക്കില്ല. കാരണം നെക്സ്റ്റ് ടാസ്ക് എന്താണ് ഫൈൻഡ് ഔട്ട് റെലവൻറ്റ് പേഷ്യൻ്റ് ഡീറ്റെയിൽസ് ആണ്. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഇൻഫർമേഷൻ ഗ്യാതറിങ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടേ നമ്മൾ കൺസേൺ ചോദിക്കാവുള്ളൂ, അല്ലെങ്കിൽ ഹോൾ ടാസ്ക് മേക്ക് ഇറ്റ് ഡിസോർഗനൈസ്ഡ്. ഓക്കെ, പിന്നെ നമ്മൾ ഇതിനകത്ത് കണ്ടു കുറച്ച് ഫൈൻഡ് ഔട്ടിലുണ്ട് എന്താണ് കണ്ടീഷൻ ഓഫ് ദി ടങ് ഓർ ലിപ്സ്, ബാഡ് ബ്രെത്ത്, എനി ട്രബിൾസ് ഫാളോയിങ് ഓർ ചൂയിങ് ആൻഡ് സോഷ്യൽ ഹാബിറ്റ്സ്. ഇത് കുറച്ചൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ വി ഷുഡ് കീപ്പ് ഇൻ അവർ മൈൻഡ് ദാറ്റ് ദർ മേ നോട്ട് ഹാപ്പൻ എനി ഗ്രമാറ്റിക്കൽ എറേഴ്സ് അല്ലേ. ഇവിടെ കണ്ടീഷൻ ഓഫ് ദി ടങ് നമ്മൾ വേറെ രീതിയിലൊക്കെ ഈസും ആറോ ആയിട്ടൊന്നും ചോദിക്കില്ല. ആ കറക്റ്റ് വേയിൽ എന്താണ് നമുക്ക് ഒരു കറക്റ്റ് വേയിൽ തന്നെ ഗ്രമാറ്റിക്കലി ചോദിക്കാൻ നമ്മൾ എക്യുപ്ഡ് ആയിരിക്കണം. കുഡ് യു ഡിസ്ക്രൈബ് ദി കണ്ടീഷൻ ഓഫ് ദി ടങ് ആൻഡ് ലിപ്സ് ആൻഡ് ആർ യു എക്സ്പീരിയൻസിങ് എനി ഇഷ്യൂസ് റിലേറ്റഡ് ടു ബാഡ് ബ്രെത്ത്,
പിന്നെ ഡു യു ഹാവ് എനി ട്രബിൾ വിത്ത് സ്വാളോയിങ് ഓർ ചൂയിങ് ആൻഡ് ഡു യു ഹാവ് എനി സോഷ്യൽ ഹാബിറ്റ്സ്. നമുക്ക് എപ്പോഴും തെറ്റുന്നതാണ് സോഷ്യൽ ഹാബിറ്റ്സ് ചോദിക്കുമ്പോൾ, ഇതിൽ മാത്രം ഒതുക്കും. അങ്ങനെയല്ല. OET എന്താണ് സോഷ്യൽ ഹാബിറ്റ്സ്, ഡ്രിങ്കിങ്ങും ഉണ്ട്, സ്മോക്കിങ്ങും ഉണ്ട്. അത് നമ്മൾ വി ഷുഡ് സ്പെസിഫൈ ദാറ്റ് 2 ഹാബിറ്റ്സ്. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞു എന്താണ് സിറസ്റ്റോമിയ, അത് ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പിന്നീട് അങ്ങോട്ടെല്ലാം ഓരോ ടാസ്ക് പ്രോഗ്രസ് ചെയ്യുമ്പോഴും നമ്മൾ വി ഷുഡ് മെൻഷൻ ഇറ്റ് ആസ് ഡ്രൈ മൗത്ത്. ഒരിക്കലും സിറസ്റ്റോമി എന്ന് പറയില്ല. മേ ബി എന്താണ് അതൊരു മെഡിക്കൽ ടേം ആണ്. അപ്പം മേ ബി അവർക്കത് മനസ്സിലാവണമെന്നില്ല. ഓക്കെ. കാരണം നമ്മളുടെ ഒരു ക്രൈറ്റീരിയ ആണ് എന്താണ്, നമ്മൾ മെഡിക്കൽ ടേം തന്നെ യൂസ് ചെയ്യണം എന്നുള്ളത്, അല്ലേ? അപ്പം ബ്രാക്കറ്റിൽ അപ്പോൾ ഈയിടയ്ക്ക് ഒരു സംശയം ചോദിച്ചായിരുന്നു, അല്ലേ? അതായത് ഒരു മെഡിക്കൽ ടേം തന്നാൽ അത് അറിയത്തില്ലെങ്കിൽ എങ്ങനെ നമ്മൾ അത് പറയുമെന്നുള്ളത്. അത് ഓർത്ത് പേടിക്കേണ്ട. നമുക്കൊരു മെഡിക്കൽ ടേം തന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇൻ ബ്രാക്കറ്റിൽ ഒരു ലേമൻ ടേം തന്നിട്ടുണ്ടാവും. അത് തന്നെ നമ്മൾ വായിച്ചാൽ മതി. ഓക്കെ. ഓക്കെ. ഇസ് ദർ എനി ഡൗട്ട്സ്? ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ എന്താണ്, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, മിറർ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ജനറലി നമ്മൾ ഒരു ഇംഗ്ലീഷ് പ്രൊഫഷൻസി ഉണ്ടായാലേ നമുക്ക് എല്ലാ റോൾ പ്ലേ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ജനറലി നമ്മൾ എപ്പോഴും സംസാരിക്കുക. പിന്നെ എന്താണ്, റെപ്പറ്റീഷൻ കൂടാതെ തന്നെ നമ്മൾ റോൾ പ്ലേ ചെയ്യാൻ നമ്മൾ ഇക്വിപ്ഡ് ആയിരിക്കണം. അതായത് ഇപ്പം ഒരു ഫോളോ അപ്പ്, ആർ യു ഗെറ്റിംഗ് മൈ പോയിൻറ്റ്സ്, വീണ്ടും നമ്മൾ ആർ യു ഗെറ്റിംഗ് മൈ പോയിൻറ്റ്സ് ചോദിക്കില്ല. അതൊരു റെപ്പറ്റേഷൻ ആവും. ആർ യു ഏബിൾ ടു ഫോളോ മൈ വേർഡ്സ്, അല്ലെങ്കിൽ ഇസ് ദ ക്ലിയർ ടു യു, ആർ വി ഓൺ ദി സെയിം പേജ്, അല്ലെങ്കിൽ ഹാവ് യു അണ്ടർസ്റ്റുഡ് മൈ പോയിൻറ്റ്സ്, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് മൈ പോയിൻറ്റ്സ്. അങ്ങനെ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ കൊണ്ടുപോകണം. ഓക്കെ. ചഞ്ചൽ, അശ്വതി. ഓക്കെ. പിന്നെ നമ്മൾ എന്താണ് ഒരു സെറ്റ് ഓഫ് അഡ്വൈസ് കൊടുക്കുമ്പോഴെന്താണ്, ട്രൈ ടു യൂസ് ഓൾ ദോസ് സൈൻ പോസ്റ്റ്. അതായത് ഫസ്റ്റ്ലി, സെക്കൻഡ്ലി, തേർഡ്ലി, ഫൈനലി, ആ ഒരു സൈൻ പോസ്റ്റൊക്കെയാണ് ഒരു റെലവൻസ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഏത് റോൾ പ്ലേ ചെയ്യുമ്പോഴും നമ്മൾ സൈൻ പോസ്റ്റ് യൂസ് ചെയ്യുക. പേഷ്യൻറ്റിൻ്റെ പേര് പറയും. പേഷ്യൻ്റെ പേര് ഇപ്പോൾ ഏഞ്ചൽ എന്നാണ് പറഞ്ഞതെങ്കിൽ നമ്മളൊരു ഹോൾ റോൾ പ്ലേ നമ്മളൊരു മാക്സിമം 4 ടൈംസ് അല്ലെങ്കിൽ 3 ടൈംസ് എങ്കിലും നമ്മൾ മെൻഷൻ ചെയ്യാൻ ശ്രമിക്കണം. അത് സ്ട്രെസ് ചെയ്ത് തന്നെ പറയണം. ഒരു കാര്യം പറയുന്നതിൻ്റെ കൂടെ അങ്ങ് പറയാതെ നമ്മൾ കുറച്ച് എന്താണ് ഔട്ട്ലൈൻ പോസിബിൾ കോസസ് നമ്മൾ പറഞ്ഞു. സോ ദീസ് ഓൾ ആർ ദി മെയിൻ കോസസ് ബിഹൈൻഡ് ദിസ് കണ്ടീഷൻ. ആർ യു ഗെറ്റിംഗ് മൈ പോയിൻറ്റ്സ് ഏഞ്ചൽ, ഇങ്ങനെ നമ്മൾ പറയുള്ളൂ. അല്ലാതെ ആർ യു ഗെറ്റിംഗ് മൈ പോയിൻറ്റ്സ് ഏഞ്ചൽ എന്ന് ഒറ്റ സെൻറ്റൻസിൽ തന്നെ പറയാതെ നമ്മൾ സ്ട്രെസ് ചെയ്ത് നമ്മൾ പറയാൻ ശ്രദ്ധിക്കണം. ഓക്കെ. പിന്നെ അതാണ് IPR, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. പിന്നെ സൈൻ പോസ്റ്റ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ആണെങ്കിൽ ഫോളോ അപ്പ് ആണെങ്കിലും അഡ്രസ് ഫ്രേസസ് ആണെങ്കിലും റെപ്പറ്റേഷൻ കൂടാതെ തന്നെ നമ്മൾ ഉപയോഗിക്കുക. പിന്നെ ഇൻറ്റോണേറ്റ് ചെയ്യുക. കാരണം മാക്സിമം ഇൻറ്റോണേറ്റ് ചെയ്യുക. നമ്മുടെ ഫ്രണ്ടിൽ ഒരു പേഷ്യൻ്റ് ആണ് ഇരിക്കുന്നത് എന്ന രീതിയിൽ തന്നെ ഇൻറ്റോണേറ്റ് ചെയ്യുക. പിന്നെ ആണെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ ടേംസ് കൊണ്ട് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ വി ഷുഡ് പാരഫ്രൈസ് ഇറ്റ് ഇൻ എ ലേമൻ ടേമിൽ തന്നെ യൂസ് ചെയ്യാം. നമുക്കത് അറിയാത്തതായിട്ടൊന്നും വരത്തില്ല, അറിയാവുന്ന രീതിയിൽ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ തന്നെ സിറസ്റ്റോമിയ ബ്രാക്കറ്റിൽ ഡ്രൈ മൗത്ത് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആവും. പിന്നെ കറക്റ്റ് വേയിൽ തന്നെ കൺക്ലൂഡ് ചെയ്യുക. പിന്നെ അറിയാമല്ലോ, കമാൻഡിങ് ഫ്രേസസ് യൂസ് ചെയ്യരുത്. മസ്റ്റ്, ഷുഡ്, ഹാവ് ടു, നീഡ് ടു, ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ. എന്തെങ്കിലും സംശയമുണ്ടോ? ഓക്കെ. ദെൻ പ്രാക്ടീസ് വെൽ. എപ്പോഴും നമ്മൾ ട്രൈ ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ ഇംഗ്ലീഷ് എവറി ഡേ. നമ്മൾ എങ്കിലേ നമ്മൾ ഒരു OET സ്പീക്കിംഗ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി നമ്മുടെ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഇംഗ്ലീഷിലോട്ട് സ്വിച്ച് ചെയ്യുക. അതിലൂടെ നമുക്കൊരു ഇംഗ്ലീഷ് പ്രൊഫഷൻസ് നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൽ നിന്ന് OETയിലോട്ട് വരും നമുക്ക് വേർഡ് സെർച്ചസോ അല്ലെങ്കിൽ സ്റ്റാമറിങ്ങോ സ്റ്റട്ടറിങ്ങോ ഒന്നും നമുക്ക് ഉണ്ടാവത്തില്ല. പിന്നെ ആകെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാമെന്ന് വെച്ചാൽ കുറച്ച് അഡ്രസ് ഫ്രേസസ്, ഫോളോ അപ്പ്,
റീഅഷുറൻസ്, പിന്നെ അല്ലെങ്കിൽ അഡ്വൈസ് ഗിവിങ് ഫ്രേസസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ഒ ഇ ടിയിൽ അപ്പോൾ പഠിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഒ ഇ ടിയിൽ മാത്രം ശ്രദ്ധിച്ച് ഇംഗ്ലീഷ് എന്താ പറയുക ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചാൽ റോൾ പ്ലേയിൽ മാത്രം ഓറിയൻറ്റഡ് ആയി പോവും. ചില റോൾ പ്ലേ നല്ല രീതിയിൽ പറ്റും, മറ്റേത് പറ്റില്ല, അങ്ങനത്തെ അവസ്ഥയായി പോവും. അതുകൊണ്ട് ട്രൈ ടു സ്പീക്ക് ഇംഗ്ലീഷ് എവറി ഡേ. Okay, let's wind up this session. Okay, വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? Okay, let's wind up this session. Thank you.